Hello everyone, welcome to BEGC 183 classes, and today we are going to deal with Block 1 Unit 1, that is Developing Critical, Analytical and Interpretative Thinking Skill. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ what is the importance of critical, analytical and interpretative തിങ്കിങ് സ്കിൽ എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ബ്ലൈൻഡ് ആയിട്ടൊരു കാര്യം ഫോളോ ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. ആരെങ്കിലും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഡിവിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു നമ്മളുടേതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ സ്വന്തമായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഒരു എളുപ്പവഴി ഉണ്ടാവും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉറുമ്പിന്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്ന കാണാം. അപ്പൊ ഒരാൾ മറ്റൊരാളുടെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്താണ് അവർ പോകുന്നത്. അപ്പൊ സോ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു 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 ചെറിയൊരു പഞ്ചസാര കഷ്ണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉറുമ്പുകൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്നായിരിക്കും ഇവിടെ ഒരു ഇടയ്ക്കൊരു ഭാഗത്തൊരു തടസ്സം വരുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരിങ്ങനെ വളഞ്ഞ് ഇപ്പറ ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും. ഓക്കെ, അപ്പൊ ഒരാൾ ഇങ്ങനെ വളയുമ്പോൾ പുറകെ തന്നെ ബാക്കിയുള്ളവരെല്ലാം വളയും. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന തടസ്സം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ദേ വിൽ ബി ഗോയിങ് ദ സെയിം പാത്ത് അല്ലെ. ആ ഒരു സെയിം പാത്തിലൂടെ ആയിരിക്കും എല്ലാവരും പോകുന്നത്. So that shows the lack of critical thinking. ഇവിടെ lack of critical thinking ആണ്, and they are blindly following a faith അല്ലെങ്കിൽ following the similar path അല്ലെ. അവർ ആ മുമ്പേ പോയ ആൾക്കാരുടെ സിമിലർ പാത്ത് തന്നെ ഇവർ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ക്രിട്ടിക്കൽ തിങ്കർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഈ ഉറുമ്പുകൾക്ക് നേരെയുള്ള വഴി പെട്ടെന്ന് അങ്ങനെ എല്ലാവുന്നൊരു എന്തുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ വളഞ്ഞു പോകുന്നു, ഇറ്റ് ഈസ് നിയർ ബൈ, ഇത്രയും അടുത്താണല്ലോ, വൈ ദേ ആർ ഗോയിങ് ദിസ് വേ എന്നുള്ളത് അങ്ങനെ ആരും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാണ്ട് അവർ ആ ഒരു ഓൾറെഡി ആൾക്കാർ പോയിരിക്കുന്ന പാത്തിലൂടെ തന്നെ ബാക്കിയുള്ളവരൊന്ന് ഫോളോ ചെയ്യും. ഓക്കെ, മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ. അപ്പൊ സോ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ബ്ലൈൻഡ്ലി വിൽ ബി ഫോളോയിങ് സം ഫെയ്ത്ത് ഓർ സം എന്താ പറയാ സം സോഷ്യൽ നോംസ് അങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോരും വിതൗട്ട് ക്വസ്റ്റ്യനിങ്. നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ബയസ്ഡ് ആയി പോകും അല്ലെ. ഇങ്ങനെ ബയസ്ഡ് ആവാതെ നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യുന്നതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോ അതിന്റെ ഇമ്പോർട്ടൻസ്, അപ്പൊ നമുക്കൊരു ആൻസർ എഴുതുമ്പോഴാണെങ്കിലും നമ്മളൊരു റൈറ്റിംഗിന്റെ കാര്യത്തിലും റീഡിങ്ങിന്റെ കാര്യത്തിലും നമുക്ക് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളൊരു ന്യൂസ് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു ന്യൂസ് പത്രത്തിലൊരു ന്യൂസ് വായിക്കുമ്പോൾ നമ്മളുടേതായ നമ്മൾ ആ ചർച്ചകൾ കേൾക്കുന്നുണ്ട്. ചാനലിന്റെ ചർച്ചകൾ കേൾക്കുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ 4 പേരൊക്കെ ഇരുന്നായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പൊ 4 പേര് 4 ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ പല വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളുടെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിയാണല്ലോ, ആ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അടുത്ത ആൾ അതിന്റെ മറുപടി പറയുമ്പോഴാണ് നമുക്ക് വന്ന് അതല്ല ശരി, ഇത് ശരിയാണല്ലോ അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ ഈ പല പല വ്യൂ പോയിന്റ്സ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് അത് സിന്തസൈസ് ചെയ്ത് നമ്മുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്നത്. അപ്പൊ സോ നമുക്ക് അത് എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലല്ലോ, അതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതണം. പിന്നെ അനലിറ്റിക് തിങ്കിങ് എങ്ങനെയാണ് അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിക്കണം. ഇങ്ങനെ ഈ 2 ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അതുകൂടാതെ ഇതിന്റെ ഒരു എന്താ പറയാ ഡെഫിനിഷൻ പോലെ അങ്ങനെ നമുക്ക് ആ ഒരു തിയററ്റിക്കൽ പാർട്ടും നിങ്ങൾക്കുണ്ട്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് an objective and introduction about thinking critically as a writer, reader and troubleshooter, and then strategies for reading critically. നമുക്ക് തിങ്ക് ചെയ്യണമെങ്കിൽ what we need to use some strategies അല്ലെ. നമ്മൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. നമ്മൾ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ അല്ലെ. എങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്? നമ്മൾ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വെൻ വി ഗെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വി വിൽ ബി ബ്ലാങ്ക് അല്ലെ. നമ്മൾ എഴുതാൻ നിൽക്കുമ്പോഴേ നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ you need to learn അല്ലെങ്കിൽ you need to practice how to think. Okay, how to think about a subject critically, okay, and analytically critically നമുക്ക് എങ്ങനെ ഒരു കാര്യം തിങ്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ സോ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ ആൻഡ് ദെൻ അനലൈസിങ് ആസ് എ സ്ട്രാറ്റജി, സിന്തസൈസിങ് ആസ് എ റൈറ്റർ സ്ട്രാറ്റജി എന്നുള്ള ഒരു ടോപ്പിക് കൂടി പഠിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, സിന്തസൈസിങ് ആസ് എ റൈറ്റർ സ്ട്രാറ്റജി ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് തിങ്കിങ് സ്കിൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഹിയർ the objectives of learning this chapter or this unit. It enhances thinking, writing, analytical skill and thinking tools. അതായത് how to strengthen analytical and interpretative and reasoning skill. ഇതെല്ലാം ഇവിടെ പഠിക്കും നമ്മൾ. And improve writing and reading skills. Okay, reading skillum writing skillum ഒക്കെ നമ്മൾ improve ചെയ്യും. And learn to construct well reasoned arguments and read critically. നമുക്ക് critically read ചെയ്യാനും നല്ല ആർഗ്യുമെന്റ്സ് ഒരു ആൻസർ എഴുതുമ്പോൾ
ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്, സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് തരുവാണെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറയും അല്ലെ, എഴുതാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നു, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു അസൈൻമെന്റ് തന്നു. അപ്പൊ അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, നമ്മളിപ്പോ യൂഷ്വലി ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൽ തപ്പുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഡോണ്ട് ഡു ദാറ്റ്, അതൊരിക്കലും ചെയ്യരുത്. വി ഹാവ് ടു റീഡ് ത്രൂ അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ത്രൂ സോ മെനി ആർട്ടിക്കിൾസ് അവൈലബിൾ ഇൻ ഇന്റർനെറ്റ് ഓർ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ. ഇതിലെല്ലാത്തിലെയും ആർട്ടിക്കിളിലൂടെയൊക്കെ നമ്മൾ വി ഹാവ് ടു ഗോ ത്രൂ. ആൻഡ് ഗോ ത്രൂ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്, ആ കിട്ടുന്ന പോയിന്റ്സ്, ആ കിട്ടുന്ന ഐഡിയാസ് എല്ലാം നമ്മൾ സിന്തസൈസ് ചെയ്ത് നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ഷുഡ് ഡു ആസ് എ സ്റ്റുഡന്റ്, അല്ലെങ്കിൽ ആസ് എ വർക്കർ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലിക്ക് കയറിയാലും നിങ്ങൾ യു ഹാവ് ടു ക്രിട്ടിക്കലി തിങ്ക്, അനലൈസിങ് ഡേറ്റ അവൈലബിൾ ഫോർ യു ആൻഡ് ക്രിട്ടിക്കലി തിങ്ക് അബൌട്ട് ദാറ്റ് ഡേറ്റ ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ റിപ്പോർട്ട്. ഓക്കെ, അതാണ് ഇവിടെ ശരിക്കും നമ്മൾ അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ improve writing and reading skills and enhance reflection and self questioning. നമുക്കൊരു റിഫ്ലക്ഷൻ, നമ്മുടേതായ സ്വന്തമായിട്ട് എങ്ങനെ റിഫ്ലക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സ്ട്രെങ്തൻ അനലൈസിസ് ആൻഡ് സിന്തസിസ്, ഹൗ ടു ബ്രേക്ക് ഡൗൺ, കമ്പൈൻ, ഇന്റർപ്രറ്റ് ഇൻഫോർമേഷൻ എഫക്റ്റീവ്ലി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഡേറ്റ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യാം, അതിനെ കമ്പൈൻ ചെയ്യാം എന്നൊക്കെയാണ് അടുത്തത്. പിന്നെ അപ്ലൈ ക്രിട്ടിക്കൽ തിങ്കിങ് ടു റൈറ്റിംഗ്. റൈറ്റിംഗിലേക്ക് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറെ സ്ട്രാറ്റജീസ് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട് അവർ ക്ലാസ്, ഐ വോണ്ട് ഓൾ ഓഫ് യു ടു നോട്ട് ഡൗൺ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം പറ്റുമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുന്ന പോകുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് അതിന്റെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ്. നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതിൽ വെച്ചിട്ട് ക്രിട്ടിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ആൻസറിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിയും. ഓക്കെ, അപ്പൊ സോ എപ്പോഴും ഒരു നോട്ട് ഡൗൺ ചെയ്യുക. എത്ര നോട്ട്സും ഈ PPT ഒക്കെ അവൈലബിൾ ആണെങ്കിലും നിങ്ങളുടെ നോട്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ എഴുതുന്ന നോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെക്ചർ നോട്ട്സ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് യുവർ ഓൺ ലെക്ചർ നോട്ട്സ് ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യുവർ ലൈഫ് ആസ് വെൽ ആസ് ഫോർ യുവർ എക്സാംസിനും ലൈഫിലും. ഇത് ഒരിക്കലും മറക്കാണ്ട് കിടക്കണമെങ്കിൽ ഈ PPT ഒക്കെ നിങ്ങൾ മറന്നുപോകും, പോയിന്റ്സും മറന്നുപോകും. പക്ഷേ നിങ്ങൾ എഴുതുന്ന ലെക്ചർ നോട്ടിൽ ഒരു സെന്റൻസ് ആണെങ്കിലും അത് എന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. ഓക്കെ, so start writing your own lecture note and critical thinking. Improve your critical thinking, analytic thinking and synthesizing. Introduction to critical thinking, importance of analyzing and evaluating information. നമുക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് അതുപോലെ തന്നെ സ്വാലോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വി ഹാവ് ടു ക്രിട്ടിക്കലി തിങ്ക്, അനലൈസ് ഫസ്റ്റ് ആൻഡ് ദെൻ evaluate them and then critically think about it. അപ്പൊ സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് COVID-19 ഡിബേറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് COVID-19 പറ്റിയിട്ട്. ഹൗ ഇറ്റ് സ്പ്രെഡ് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പാക്ട്, ഹൗ ഇറ്റ് എമർജ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കേട്ടതാണ് അല്ലെ. അപ്പൊ സോ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? യു ഹാവ് ടു തിങ്ക് ക്രിട്ടിക്കലി അബൌട്ട് ദാറ്റ് ടോപ്പിക് അല്ലെ. നമ്മളത് അനലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ അനലൈസ് ചെയ്തിട്ട് യു ഹാവ് ടു തിങ്ക് ക്രിട്ടിക്കലി. അപ്പൊ സോ വാട്ട് ഡു യു മീൻ ബൈ തിങ്കിങ് ക്രിട്ടിക്കലി? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എന്ത് എഴുതും? ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഐഡിയാസ് റാദർ ദാൻ അക്സെപ്റ്റിംഗ് ദം ബ്ലൈൻഡ്ലി. സോ എന്താണ് ചെയ്യേണ്ടത്? അനലൈസിങ്, ദെൻ ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഓക്കെ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുക, ദെൻ ഇന്റർപ്രറ്റ് ചെയ്യുക, ദെൻ ഇവാലുവേറ്റിംഗ് ideas rather than accepting them blindly. നമ്മൾ blindly അത് accept ചെയ്യുന്നതിന് പകരം we have to think critically about that topic. Okay, and then examining beliefs and opinions. അപ്പൊ so requires looking at reason and evidence before forming conclusion. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ റിപ്പോർട്ട് വായിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ് അല്ലെ. കൺക്ലൂഷൻസിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു തിങ്ക് ക്രിട്ടിക്കലി ബിഫോർ ദാറ്റ്. നമ്മൾ അതിന് മുമ്പ് നമ്മളുടെ ബിലീഫ്, നമ്മൾ ഈ കണ്ട ബിലീഫ്സും നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടേതായ ഒരു ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് at last what we become a reflective thinker. നമ്മളൊരു റിഫ്ലക്റ്റീവ് തിങ്കർ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, so it helps in making logical decisions in academic and real world situation. നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷനിലും അക്കാഡമിക്സിലും നിങ്ങൾക്ക് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. So first, next topic, thinking critically as a writer, reader and troubleshooter.
ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഒരു നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്. നമ്മൾ എഴുതുക, നമുക്കൊരു ടോപ്പിക് കിട്ടിയാൽ നമ്മൾ ഉടനെ എഴുതി തുടങ്ങുവാണോ? നമ്മൾ ആദ്യം നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ മനസ്സിലിട്ട് ആലോചിക്കും. എന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ സോ ഈ പറയുന്ന കിട്ടുന്ന ഈ ഇൻഫർമേഷൻ എല്ലാം കൂടി നമുക്ക് ബുക്സ് ആവാം, ജേർണൽ ആവാം, ഇന്റർനെറ്റ് ആവാം, അങ്ങനെ ഏത് ഒരുപാട് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ എല്ലാ റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്യണം. എല്ലാ റിസോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുക. ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു അനലൈസ് ദം. നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഫോം എ ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ്. ഓക്കെ, so here you need to be a critical listener as you hear about other people's experience, beliefs and ideas. നമ്മൾ എപ്പോഴും ഒരു ലിസണർ ആയിരിക്കണം, ഒരു ക്രിട്ടിക്കൽ ലിസണർ ആയിരിക്കണം. നോട്ട് ജസ്റ്റ് ലിസണർ, വി ഹാവ് ടു ബി എ ക്രിട്ടിക്കൽ ലിസണർ. ഓക്കെ, ആൻഡ് എ ക്രിട്ടിക്കൽ റീഡർ. ലിസണർ മാത്രമല്ല, ക്രിട്ടിക്കൽ റീഡറും കൂടി ആയിരിക്കണം. സോ അവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക. അവിടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, ഒരു ക്രിട്ടിക് എന്ന് പറയുമ്പോൾ എപ്പോഴും അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഒന്നിലും ഇൻഫ്ലുവൻസ്ഡ് ആവാത്ത ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയൻ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജെൻഡർ ആവാം, അല്ലെങ്കിൽ സൊസൈറ്റി, സോഷ്യൽ ക്ലാസ് ആവാം, ഒന്നും തന്നെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. വെൻ യു ആർ എ ക്രിട്ടിക്കൽ തിങ്കർ. നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കർ ആവുമ്പോൾ അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള, നമ്മൾ എന്താ പറയാ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യം, സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഒന്നിനെയും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിട്ട് വേണം ഒരു കാര്യത്തിനെ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അത് അതിൽ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. നമ്മളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന റിലീജിയൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ, സോഷ്യൽ ക്ലാസ്സസ് എല്ലാം നമ്മൾ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രാറ്റജീസ് നോക്കാം. ഒരു അനലറ്റിക്കൽ റീഡർ അല്ലെങ്കിൽ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അനലറ്റിക്കൽ റീഡർ ആവാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സ്ട്രാറ്റജീസ് ആണ്, പ്ലാൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ റീഡ് ബിയോണ്ട് കോംപ്രിഹെൻഷൻ, അനലൈസ്, ഇന്റർപ്രറ്റ് ആൻഡ് ഇവാലുവേറ്റ് ഐഡിയാസ്. നമുക്ക് കിട്ടുന്ന കാര്യം, ഒരു ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓരോ ടെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ഒരേ സ്ട്രാറ്റജി തന്നെ എല്ലാത്തിലും അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ സോ നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ആൻഡ് ദെൻ ക്രിട്ടിക്കലി ക്വസ്റ്റ്യനിങ് ദ മെറ്റീരിയൽ നമ്മൾ ക്രിട്ടിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുകയോ വേണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ക്രിട്ടിക്കൽ റീഡിങ്, നമുക്ക് ഓരോ മെറ്റീരിയൽ കിട്ടി, ഒരു ഡോക്യുമെന്റ് കിട്ടി, ഹൗ വി ക്യാൻ ക്രിട്ടിക്കലി അനലൈസ് ദാറ്റ് മെറ്റീരിയൽ നമുക്ക് നോക്കാം. അപ്പൊ സോ ഫസ്റ്റ് തിങ് ഈസ് അനറ്റേഷൻ. നമുക്ക് അവിടെ വേണ്ടത് അനറ്റേഷൻ ആണ്. അനറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് നോട്ട്സ്. വൈൽ യു ലിസൺ ടു മൈ ക്ലാസ് ആസ് വെൽ യു ഹാവ് ടു ടേക്ക് നോട്ട്സ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്ന, നമ്മൾ ലിസൺ ചെയ്യുന്ന സ്പീച്ച് ആവാം, അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ആവാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ, അല്ലെങ്കിൽ പറയുന്ന എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ജേർണൽ ആവാം. ഓക്കെ, റിഗാർഡിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ സോ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ കിട്ടി. ഫസ്റ്റ് യു ഹാവ് ടു റീഡ്, ആൻഡ് വൈൽ റീഡിംഗ് യു ഹാവ് ടു അനറ്റേറ്റ്. ദാറ്റ് മീൻസ് ടേക്ക് നോട്ട്സ് or highlight key points and record reactions. Okay, അപ്പൊ സോ ഈ പറയുന്ന എല്ലാം നമ്മൾ ഇങ്ങനെ സൈഡിൽ എന്തെങ്കിലും നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എസ്സേ പഠിക്കുകയാണെങ്കിൽ എസ്സേയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകും, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകും അല്ലെ. അതിന്റെ ഒപ്പം തന്നെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ കുറിച്ചു എഴുതാറുണ്ട്. ചിലരുടെ ബുക്കിലൊക്കെ നമുക്ക് ഇങ്ങനെ കുറിച്ചിടുന്നത് കാണാം. സോ അങ്ങനെ നമ്മൾ എന്താ പറയാ, ചാൾസ് ലാമ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എസ്സീസ് ഓഫ് ഏലിയ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിനകത്ത് ഓക്സ്ഫോർഡ് അറ്റ് വെക്കേഷൻ അങ്ങനെ ഒരു എസ്സയിലാണെന്ന് തോന്നുന്നു നമ്മളുടെ കോളറിജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോളറിജിന്റെ കയ്യിൽ ബുക്സ് കൊടുത്തുവിടില്ലാണ്. കാരണം കോളറിജ് ബുക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബുക്സിന്റെ സൈഡിൽ മൊത്തം, വായിക്കുന്നതിന്റെ സൈഡിൽ മൊത്തം ഇങ്ങനെ അനോട്ടേറ്റ് ചെയ്ത് വെക്കും, എഴുതി വെക്കും. ക്രിട്ടിക്കലി ഹിസ് റെസ്പോൺസ് അല്ലെ, അദ്ദേഹത്തിന്റെ സ്വന്തം ക്രിട്ടിക്കൽ റെസ്പോൺസുകൾ. അത് വായിച്ചിട്ട് ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്സ് ആ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. അപ്പൊ ആ ബുക്ക് ഫുൾ ഇങ്ങനെ പുള്ളിയുടെ വ്യൂ പോയിന്റ്സ് ഉണ്ടെന്ന് അറിയും. അപ്പൊ സോ അതുകൊണ്ട് ആ ഒരു ഓക്സ്ഫോർഡ് അറ്റ് വെക്കേഷൻ ആണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ, ചാൾസ് ലാമ്പിന്റെ അവസ്ഥയിൽ കോളേജിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ വി ഹാവ് ടു അനറ്റേറ്റ്, നമ്മളും അനറ്റേറ്റ് ചെയ്യുക. അനറ്റേറ്റ് ചെയ്ത് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വൃത്തികേടാക്കണമെന്നല്ല, എന്നാലും നമ്മൾ പോയിന്റ്സ് പറ്റുമെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് അനദർ പീസ് ഓഫ് പേപ്പർ അവിടെ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ യൂഷ്വലി ആ ഒരു ടെക്സ്റ്റിന്റെ സൈഡ് തന്നെ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് എഴുതി വെക്കാറാണ് പതിവ്. സോ നമുക്ക് പിന്നീട് ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അനറ്റേറ്റിംഗ്, ദാറ്റ് ഈസ് ടേക്ക് നോട്ട്സ്, ഹൈലൈറ്റ് കീ പോയിന്റ്സ് ആൻഡ് റെക്കോർഡ് reactions, and then taking inventory, that is the second step. Here identify patterns in recurring words, themes and stylistic features. അപ്പൊ ആ ഒരു പാറ്റേൺ ആ ഒരു റെക്കറിംഗ് പാറ്റേൺ നമ്മൾ ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്ന ആ ഒരു സ്പീച്ചിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുക. ഓക്കെ, ദെൻ ഔട്ട്ലൈനിങ്.
അതായത് സ്ട്രക്ചർ, മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മെയിൻ ഐഡിയാസ് കിട്ടും അല്ലെ. യൂഷ്വലി വൺ പാരഗ്രാഫ്, ഈച്ച് പാരഗ്രാഫ് വിൽ ബി ഡീലിംഗ് വിത്ത് ഈച്ച് ഐഡിയ അല്ലെ. ഓരോ പാരഗ്രാഫിലും നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആൻസർ എഴുതുമ്പോഴും എസ് എഴുതുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് 10 ഡിഫറെന്റ് പ്രോബ്ലംസ് ആയിരിക്കില്ല ഡീൽ ചെയ്യുന്നത്, അതിന്റെ അകത്ത് ഒരു ഒറ്റ കാര്യമായിരിക്കും പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ ആ ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്നുള്ള ഒരു നിർവചനമാണ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പല രീതിയിൽ കൊടുക്കുക. ഓക്കെ, അതിന്റെ അകത്ത് ബാക്കി ഡിഫറെന്റ് കൺട്രീസിലുള്ള ക്ലൈമറ്റ് ചേഞ്ചുകളെ പറ്റി പറയില്ല. നെക്സ്റ്റ് പാരഗ്രാഫിൽ യു വിൽ ബി കമ്മിങ് ടു ഇന്ത്യ. ഇന്ത്യയിൽ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ അഫക്ട് ചെയ്തു എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പൊ അതിന്റെ അകത്ത് ഇന്ത്യ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ടോപ്പിക് മാത്രമായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ യു ഹാവ് ടു സ്ട്രക്ചർ മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. അതിന്റെ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസും ഔട്ട്ലൈനിങ് ചെയ്യുക. annotation, taking inventory, and then outlining. And the fourth one is summarizing. Okay, that is distill. Distill ചെയ്യുന്ന distillization എന്ന് പറഞ്ഞാൽ നമ്മൾ അരിച്ചെടുക്കുക അല്ലെ. distill key points from the text. ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് key points മാത്രം നോട്ട് ചെയ്തത് എടുത്തു വെക്കുക. ഓക്കെ, ആൻഡ് ദെൻ സിന്തസൈസിങ്. ഓക്കെ, നിങ്ങളിപ്പോ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി 10 പേപ്പറുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഒരെണ്ണം ഇന്റർനെറ്റിൽ കിടക്കുന്നുണ്ടാവും, ഒരെണ്ണം ഒരു മാഗസിൻ്റെ അകത്തുനിന്ന് ഒരു ആർട്ടിക്കിൾ എടുത്തിട്ടുണ്ടാവും, ഒരെണ്ണം ന്യൂസ് പേപ്പറിൽ നിന്നുള്ളൊരു ന്യൂസ് റിപ്പോർട്ട്, റീസെന്റ് ആയിട്ട് മാധ്യമം അല്ലെങ്കിൽ മനോരമയ്ക്കകത്ത് വന്ന ഒരു വലിയൊരു റിപ്പോർട്ട്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ. ഇത് മൂന്നും കൂടി എടുത്തു വെച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മൂന്നും വായിച്ചിട്ട് കീ പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് മൂന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, സിന്തസൈസ് ചെയ്യുക, ഒന്നിച്ചു കൊണ്ടുവരിക. ഓക്കെ, ദാറ്റ് ഈസ് സിന്തസൈസിങ്. വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ് സിന്തസൈസിങ്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുക അല്ലെ. ഇന്റഗ്രേറ്റ് മൾട്ടിപ്പിൾ സോഴ്സസ് വിത്ത് യുവർ ഓൺ ഐഡിയാസ്. ഈ മൂന്നിലെ ഇൻഫോർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്വന്തം ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ക്രോഡീകരിച്ച് ഒന്നിച്ചു കൊണ്ടുവരിക. അതാണ് സിന്തസൈസിങ്. ഓക്കെ, ദെൻ കോണ്ടെക്സ്റ്റുവലൈസേഷൻ. ദാറ്റ് ഈസ് കൺസിഡർ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ഇവിടെ നമ്മുടെ കോണ്ടെക്സ്റ്റ് ചെയ്യുക. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നതിന്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേ വായിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ പോയം എഴുതിയ കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലെ. ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെ നോക്കാറുണ്ട്. അപ്പൊ സോ കോണ്ടെക്സ്റ്റുവലൈസേഷൻ ആണ് ലാസ്റ്റ്. ദാറ്റ് ഈസ് കൺസിഡർ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൈൽ യു റീഡ് യു ഹാവ് ടു ക്രിട്ടിക്കലി തിങ്ക് അബൌട്ട് ഇറ്റ്. എങ്ങനെയാണ് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ടതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടാവുന്ന അസൈൻമെന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. അസൈൻമെന്റിൽ നിങ്ങൾ ജസ്റ്റ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ അത് തരോ, ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ ഒരിക്കലും അസൈൻമെന്റ് മറക്കില്ല, അസൈൻമെന്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കില്ല. ഇഫ് യു ആർ ഗോയിങ് ടു കോപ്പി ആൻഡ് പേസ്റ്റ് ഫ്രം ഇന്റർനെറ്റ് ഓർ സം മാഗസിൻ, ദെൻ യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ ഇറ്റ്. നിങ്ങൾ അത് പഠിക്കാൻ പോവല്ല. ഓക്കെ, അത് അവിടെ വെച്ചു, അത് അവിടെ തരും, അതൊരു പാഴ്വേലയായി പോകും. അതിലേ നല്ലത് നമ്മൾ ഇങ്ങനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ അസൈൻമെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അനലൈസിങ് ഫിഗറേറ്റീവ് ലാംഗ്വേജസ്. അതായത് ഇതിന്റെ അകത്ത് മെറ്റഫോർ, സിമിലി, ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തത്, അതായത് ഫിഗറേറ്റീവ് ലാംഗ്വേജസ്, ആ ലാംഗ്വേജിലെ ഡിക്ഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. ദെൻ റിഫ്ലക്ടിങ് ഓൺ ചലഞ്ചസ്. അതായത് എൻഗേജ് വിത്ത് ഒപ്പോസിംഗ് വ്യൂ പോയിന്റ് വിതൗട്ട് ഇമ്മീഡിയറ്റ് ഡിസ്മിസൽ. ഓക്കെ, നമ്മൾ ഒരു ചാനൽ ചർച്ച കേൾക്കുമ്പോൾ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഉണ്ടാവും അല്ലെ, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അതോടനെ ഇദ്ദേഹം പറഞ്ഞാണ് ശരി, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി അത് ഡിസ്മിസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ആസ് യു ആർ എ ക്രിട്ടിക്കൽ തിങ്കർ യു ഹാവ് ടു കൺസിഡർ ബോത്ത് ദെയർ ഒപ്പീനിയൻസ്. രണ്ടുപേരുടെ ഒപ്പീനിയൻ കാണണം. ഇനിയും നമ്മളുടെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ഒപ്പീനിയൻ കാണും എഡിറ്ററിന്, അല്ലെങ്കിൽ ആ എഡിറ്റോറിയൽ പേജ് എഴുതിയ ആ വ്യക്തിയുടെ ഒപ്പീനിയൻ കാണും. അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ എഴുതിയ ആളുടെ ഒപ്പീനിയൻ കാണും. ഇത് രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിരിക്കും. ബട്ട് യു ഹാവ് ടു കൺസിഡർ ബോത്ത്. ഒരെണ്ണത്തിന് ഇതാണ് പറഞ്ഞത് ശരി, ഇത് തെറ്റാണ്, അതുകൊണ്ട് അത് നമ്മൾ നോക്കണ്ട എന്ന് വിചാരിക്കരുത്. പക്ഷെ യു ഹാവ് ടു കൺസിഡർ ബോത്ത്. രണ്ടും അപ്പം നിങ്ങൾ പറയണം അല്ലെ. ഇൻ സച്ച് എ കോണ്ടെക്സ്റ്റ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കേരള, ഇൻ ദിസ് ന്യൂസ് പേപ്പർ ദേ സെഡ് ദാറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്റർനെറ്റിൽ കിട്ടിയിരിക്കുന്ന ആർട്ടിക്കിൾ ചിലപ്പോൾ അമേരിക്കക്കാരൻ്റെ ആയിരിക്കും. ബട്ട് ഇൻ അമേരിക്ക ആസ് ഇറ്റ് ഈസ് സെഡ് ഇൻ BBC റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്ത് യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ ഐഡിയ അല്ലെ. അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് റിഫ്ലക്ടിങ് ഓൺ ചലഞ്ചസ്. ദെൻ ഇവാലുവേറ്റിംഗ് ആർഗ്യുമെന്റ്സ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ആർഗ്യുമെന്റ്സ് എല്ലാം ഇവാലുവേറ്റ്, അസസ് റീസണിങ്, എവിഡൻസ് ആൻഡ് ലോജിക്കൽ കൺസിസ്റ്റൻസി. ഇതിലെല്ലാം ഒരു ലോജിക്കൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉണ്ടാവണം. നമുക്ക് ഈ പറഞ്ഞ ഇപ്പം നേരത്തെ പറഞ്ഞു ചലഞ്ചസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് രണ്ട് ആർട്ടിക്കിളിൽ ഒരേ ടോപ്പിക്കിനെ പറ്റി വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ ടെറൈൻ, ആ ഒരു ജോഗ്രഫിക്കൽ
ഏരിയയുടെ പ്രത്യേകത വെച്ചിട്ട് ക്ലൈമറ്റ് ചേഞ്ച് പലയിടത്തും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ അത് നല്ലതിനും ആവാം, ചിലപ്പോൾ അത് ചീത്തതിനും ആവാം. അങ്ങനെയും സംഭവിക്കാം. എപ്പോഴും ചീത്തയായിട്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ബാധിക്കണം എന്നില്ല. ഓക്കെ. ദെൻ റെക്കഗ്നൈസിങ് ഇമോഷണൽ മാനിപ്പുലേഷൻ. ഇമോഷണൽ മാനിപ്പുലേഷൻ അതായത് ഐഡന്റിഫൈ ബയസ്ഡ് ഓർ എക്സാജറേറ്റഡ് ക്ലെയിംസ്. ബയസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാദങ്ങൾ അത് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. അത് അനലൈസ് ചെയ്യണം. ഓക്കെ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ മെഡിസിൻ എൻട്രൻസ് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒതന്റിക് ആയിട്ട് ഡീറ്റെയിൽസ് അല്ലാണ്ട് ചുമ്മാ ഒരു കയറ്റി അങ്ങ് പറയും. നമ്മുടെ എന്താണ് കേരളത്തിൽ ആകെ 800 സീറ്റാണ് ഗവൺമെന്റ് സീറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അവിടെ അപ്പൊ അത് തെറ്റാണ് അവിടെ പറഞ്ഞത്. അപ്പൊ സോ അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് ആ ഒരു നമ്മൾക്ക് ഒട്ടുമേ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് സീറ്റ്സ് അവൈലബിൾ, അതുകൊണ്ടാണ് കുട്ടികളെല്ലാം അബ്രോഡ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്താണ് അവിടെ അത് എക്സാജറേറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് കുറവാണ്, സീറ്റ്സ് കുറവാണ്, പക്ഷെ ഏകദേശം 1500-1800ഓളം സീറ്റുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ സോ അത്രയും സീറ്റുകൾ പോലും കാണിക്കാതെ അതിനെ കുറച്ച് പറഞ്ഞ് അതൊരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ. ആൻഡ് റെക്കഗ്നൈസിങ് ഇമോഷണൽ മാനിപ്പുലേഷൻ, ആ ഒരു ഇമോഷണൽ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ. ആൻഡ് ജഡ്ജിങ് റൈറ്റേഴ്സ് ക്രെഡിബിലിറ്റി. ഓക്കെ. സോഴ്സ്, എക്സ്പെർട്ടൈസ് ആൻഡ് ബാലൻസ് പെർസ്പെക്റ്റീവ്. ആ ഒരു റൈറ്ററിന്റെ ക്രെഡിബിലിറ്റി, റൈറ്റർ എഴുതിയിരിക്കുന്ന ആള് അത് അയാളുടെ ക്രെഡിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് വേണം ഒരു ടോപ്പിക്കിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി അനലൈസ് ചെയ്ത് ക്രിട്ടിക്കലി റീഡ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ സോ ദീസ് സ്ട്രാറ്റജീസ് എൻഹാൻസ് ക്രിട്ടിക്കൽ റീഡിംഗ് ആൻഡ് സപ്പോർട്ട് എഫക്റ്റീവ് റൈറ്റിംഗ് ആൻഡ് ലിസണിംഗ് സ്കിൽ. റൈറ്റിംഗിലും ലിസണിംഗിലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നൗ ഇത്രയും നേരം നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ക്രിട്ടിക്കലി ആസ് എ റീഡർ ആണ്. ആൻഡ് നൗ തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ക്രിട്ടിക്കലി റീഡ് ചെയ്ത ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ വി ആർ ഗോയിങ് ടു റൈറ്റ്. വെൻ യു റൈറ്റ്, വാട്ട് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്, യു ഹാവ് ടു ആസ്ക് ദീസ് 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സോ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ റിവ്യൂ എഴുതാൻ പോകുന്നത്. ഓക്കെ. നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ട് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളോ എക്സ്പീരിയൻസോ അല്ല നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് യു ആർ ക്രിട്ടിക്കലി തിങ്കിങ് ഓർ അനലൈസിങ് എ ഡേറ്റ ആൻഡ് റൈറ്റിംഗ് യുവർ ഓൺ ഒപ്പീനിയൻ. ഓക്കെ. അൺബയാസ്ഡ് ആയിട്ട് നിങ്ങൾ എഴുതാൻ പോവാണ്. സോ യു ഹാവ് ടു ask these questions at every stage of your writing. നിങ്ങളുടെ റൈറ്റിംഗിന്റെ ഓരോ സ്റ്റേജിൽ you have to ask these questions. First one is, do my idea appear clear and logical not only to me but also to my reader? Okay, keep in mind you are writing for someone to read. Okay, ആർക്കോ വേണ്ടിയാണ് എഴുതുന്നത് അല്ലെ, ആർക്കോ വേണ്ടിയെന്നല്ല, ആരോ വായിക്കാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ആൻസർ എഴുതുമ്പോഴും ആൻസർ ഷീറ്റിൽ എഴുതുമ്പോഴും നിങ്ങൾ എഴുതുന്നത് ആ വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നുള്ള ഒരു വിചാരത്തോടുകൂടി എഴുതണം. ഓക്കെ. അപ്പൊ സോ നമ്മൾ ലോജിക്കലി അത് പ്ലേസ് ചെയ്യണം. ആ ഓരോ പാരഗ്രാഫും എഴുതുന്നത് നമ്മൾ എലിജിബിൾ ആയിരിക്കണം. ഓക്കെ. ആൻഡ് ദെൻ വിൽ മൈ റീഡേഴ്സ് ഫൈൻഡ് മൈ ഒപ്പീനിയൻ വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ സപ്പോർട്ടഡ്. നമ്മൾ ചുമ്മാ ഒരു പോയിന്റ് ഇട്ടിട്ട് പിന്നെ അടുത്ത പോയിന്റിലേക്ക് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ റീഡർ വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ടു കൺവേ. അപ്പൊ സോ യു ഹാവ് ടു ക്ലിയർലി state your statement, state your idea, and then you have to provide supporting sentences or documents to give your statement അല്ലെങ്കിൽ give your idea. നിങ്ങളുടെ ഐഡിയ തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് അനലൈസ് ചെയ്തിട്ട് ഈ പറയുന്ന കൊടുത്തിരിക്കുന്ന സാധനം നിങ്ങൾ റീഡർക്ക് കൊടുത്തിരിക്കുന്നത് റീഡർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ. ആൻഡ് ദെൻ ഡസ് മൈ റൈറ്റിംഗ് റിഫ്ലക്ട് മൈ കോർ ബിലീവ്സ് ഇൻ എ കൺസിഡേർഡ് ആൻഡ് വെൽ തോട്ട് ഓഫ് വേ. സോ ഡസ് മൈ റൈറ്റിംഗ് റിഫ്ലക്ട് മൈ കോർ ബിലീഫ്, നമ്മുടെ കോർ ബിലീഫ്, നമ്മൾ കോറായിട്ട് നമ്മൾ ഇതിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൺവേ ചെയ്യുന്നുണ്ടോ, ഇതും നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പൊ സോ ഓരോ സ്റ്റേജിലും റൈറ്റിംഗ് സ്റ്റേജിൽ ഈ 3 ക്വസ്റ്റ്യനും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ. സോ അതാണ് തിങ്കിങ് ക്രിട്ടിക്കലി ആസ് എ റൈറ്റർ. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു റിഫ്ലക്റ്റീവ് തിങ്കർ, നമ്മൾ റിഫ്ലക്റ്റീവ് തിങ്കർ ആവുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ക്രിട്ടിക്കൽ അവയർനെസ് ഇൻ റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. സോ ഇവിടെ അപ്പൊ ആസ് എ ക്രിട്ടിക്കൽ തിങ്കർ നിങ്ങളൊരു ക്രിട്ടിക്കലി റീഡ് ചെയ്തു റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആസ് എ ക്രിട്ടിക്കൽ തിങ്കർ ഹു ഈസ് റൈറ്റിംഗ് ദിസ്, you have to keep in mind, or you should understand or you should be able to differentiate fact from opinion. ഫാക്റ്റും ഒപ്പീനിയനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഒപ്പീനിയൻ എല്ലാവർക്കും ഉണ്ടാവും, അതിൽ നിന്നും അതിൻ്റെ അകത്തെ ആ ഒരു ഒതന്റിസിറ്റി എത്രത്തോളം ഉണ്ട്, അത് ഫാക്റ്റ് ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ
കണ്ടെത്തണം. ആൻഡ് ദെൻ സപ്പോർട്ട് ഒപ്പീനിയൻ വിത്ത് എവിഡൻസ്. നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ, നമ്മളിപ്പോ ഒരു ഒപ്പീനിയൻ അതിന്റെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഗീവ് എവിഡൻസ്. ഓക്കെ, ചുമ്മാ അങ്ങൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ മതിയോ? ഇല്ല, അതിന് റീസൺ കൊണ്ടാവണം. ആ റീസൺ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ, നമ്മളെ കൊണ്ട് തിങ്ക് ചെയ്ത് സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ആ ഒരു സ്ട്രെങ്ത് ഓഫ് എവിഡൻസ്, ആ കൊടുക്കുന്ന എവിഡൻസിന്റെ സ്ട്രെങ്തും വളരെ വാലിഡ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പൊ മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നിങ്ങൾ കേൾക്കണതാണ് അല്ലെ? അപ്പൊ സോ ആ ഡിസ്കഷനിൽ വന്നിരിക്കുന്നവർ, ആ ഒരു അഡ്വക്കേറ്റിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അദ്ദേഹം പറയുമ്പോഴത്തേക്കും അദ്ദേഹം വാലിഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സും എവിഡൻസും ആയിട്ടാണ് അദ്ദേഹം വന്നതെന്ന് പറയുന്നത്. അപ്പൊ സോ അവിടെ ആ ഒരു എവിഡൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എവിഡൻസിന്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് കൺസിഡർ ദ റീഡേഴ്സ് പെർസ്പെക്റ്റീവ്. നമ്മുടെ റീഡർ, നമ്മൾ വായിക്കാൻ പോകുന്ന ആളുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കൂടി വേണം നമ്മളത് തിങ്ക് ചെയ്യാം ബിഫോർ യു റൈറ്റ്. ഓക്കെ, അതായത് ക്ലാരിറ്റി ഉണ്ടാവണം, റെലവൻസ് ഉണ്ടാവണം, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, പറയുന്ന ഓരോ സെന്റൻസിനും ക്ലാരിറ്റി ഉണ്ടാവണം, ആ ഓരോ പാരഗ്രാഫിനും ക്ലാരിറ്റി ഉണ്ടാവണം, ആൻഡ് ഒരു റെലവെന്റ് ആയിരിക്കണം അല്ലെ? ഈ പറയുന്ന കാര്യങ്ങളിൽ ഓരോ ഒരു പോയിന്റ് പോലും നിങ്ങൾ എഴുതുമ്പോൾ അത് വെറുതെ ആയി പോകാൻ പാടില്ല. it should do or it should provide something useful to your document. നിങ്ങളുടെ ഡോക്യുമെന്റിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓരോ സെന്റൻസിനും പറ്റും. ആൻഡ് റെലവെന്റ് ആയിരിക്കണം. പിന്നെ എന്താണ്, ഈ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഒരു വെൽ സ്ട്രക്ചർഡ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ബോഡി, പിന്നെ കൺക്ലൂഷൻ, അങ്ങനെ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ റിഫൈൻഡ് വൊക്കാബുലറി യൂസേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആപ്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് യൂസ് ചെയ്യണം. ആൻഡ് ആർഗ്യുമെന്റേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും അതിന്റെ അകത്ത് ഫോളോ ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ അവോയ്ഡ് ബയസസ്, അതായത് അൺബയസ്ഡ് ആയിട്ട് എഴുതണം എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെയും ചേരാതെ നമ്മൾ അത് എഴുതാനും തിങ്ക് ചെയ്യാനും വേണ്ടിട്ട് പഠിക്കണം. ഓക്കെ, ആൻഡ് സ്ട്രോങ് ഇമോഷൻസിലൊന്നും വീണു പോവാതെ നമ്മൾ അൺബയസ്ഡ് ആയിട്ട് അത് എഴുതുക. ഓക്കെ, ഇനി അനലൈസിങ് ആസ് എ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ കിട്ടി, അത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്താണ്, അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സോ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സോ ഇനി അനാലിസിസും സിന്തസിസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു റീഡിങ് സ്ട്രാറ്റജിയാണ്. വി ആർ അനലൈസിങ്. നമുക്കൊരു പേപ്പറിൽ കുറെ ഡേറ്റ കിട്ടി, അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, അതാണ് ഒരു ബ്രേക്കിംഗ് ഡൗൺ. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണത്. ഓക്കെ, ആൻഡ് സിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഓർത്ത് വെച്ചോളാം, സിന്തസിസ് എന്ന് പറയുന്നത് is a writing strategy, that is combining ideas. ഞാൻ ഓൾറെഡി ബിഗിനിങ്ങിൽ പറഞ്ഞായിരുന്നു, we are gathering information from different sources, and those information we gather from different sources are combined together to form your own critical viewpoint. That is synthesis. ആ ഒരു combining different opinion അല്ലെങ്കിൽ different information you got from different എന്താ പറയാ പ്ലാറ്റ്ഫോംസ്, അത് നമ്മൾ കമ്പൈൻ ചെയ്യുന്നതിനാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി. അതൊരു റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാമിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരഗ്രാഫ് വന്നിട്ട് യു വിൽ ബി ആസ്ക്ഡ് ടു അനലൈസ് ദ പാരഗ്രാഫ് ആൻഡ് ആൻസർ ടു 2 or 3 ക്വസ്റ്റ്യൻസ്. 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അതിനു വേണ്ടി അനലൈസ് ചെയ്യാനായിട്ട് വലിയ പാരഗ്രാഫ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ പക്ഷേ ഈസിയാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരഗ്രാഫിൽ തന്നെ ആൻസർ ഉണ്ട്. യു ജസ്റ്റ് ഹാവ് ടു ലുക്ക് കെയർഫുള്ളി ആൻഡ് അനലൈസ് ക്രിട്ടിക്കലി ആൻഡ് തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അത്രേ ഉള്ളൂ. അത്ര എളുപ്പമാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ അത് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൗ ടു അനലൈസ് എ പാരഗ്രാഫ് ഓർ എ ഡോക്യുമെന്റ് ഓർ എൻ ആർട്ടിക്കിൾ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സോ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത് ഐഡന്റിഫൈ സ്ട്രക്ചർ ഓഫ് ദാറ്റ് പാരഗ്രാഫ്, മെയിൻ ഐഡിയാസ്, ജസ്റ്റ് മെയിൻ ഐഡിയാസ് ഒന്ന് പെൻസിൽ കൊണ്ട് നോക്കി അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ട് അടയാളപ്പെടുത്തി പോവുക. ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ദ പർപ്പസ്. ഈ ഒരു പാരഗ്രാഫിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പൊ നിങ്ങളോട് ആ ഒരു പാരഗ്രാഫിന് ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞാൽ ആ പാരഗ്രാഫിന്റെ ഫുൾ കണ്ടന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇന്റന്റ്, what it is intended for, to whom this article is meant for. അതെന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്? യൂത്തിന് വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഇത് ജെൻഡർ ഇഷ്യൂ ആണോ, അല്ലെ വിമന് വേണ്ടിയിട്ടുള്ളതാണോ? അങ്ങനെ ആ ഒരു ഇന്റൻഷൻ അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ആൻഡ് ഇൻഫ്ലുവൻസിങ് എലമെന്റ്സ് ബിഹൈൻഡ് ആൻ ആർഗ്യുമെന്റ്. അതിൻ്റെ ഫോം ചെയ്തിരിക്കുന്ന ആർഗ്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത്. മേ ബി ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം, റാഗിംഗ് പോലുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം ഈ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ആയിട്ടുള്ള
അപ്പൊ സോ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൂടെ ഒരു ഫ്ലാഷ് പോലെ നിങ്ങൾ തിങ്ക് ചെയ്യാൻ, ആ ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനായിട്ട് പറ്റണം, അനലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ സോ ഈ പറയുന്ന കോംപ്രിഹെൻഷനും അതായത് ക്വാളിറ്റി ഓഫ് റൈറ്റിംഗും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതാണ് അനാലിസിസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒരു പാരാഗ്രാഫ് തന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യു ഹാവ് ടു ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ റീഡിംഗ് ദാറ്റ് പാരാഗ്രാഫ്. സോ യു മസ്റ്റ് ലേൺ ഹൗ ടു അനലൈസ് എ പാരാഗ്രാഫ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് പാരാഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. ആ പാരാഗ്രാഫ്സ് നിങ്ങൾ അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അത് പിന്നെ ചെയ്യാം, എക്സാമിന്റെ ടൈമിൽ ചെയ്യാന്ന് വിചാരിക്കരുത്. ഇപ്പോഴേ ഒരെണ്ണം വായിച്ച് ചെയ്തു വെക്കുക. ഇന്ന് ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ക്ലാസ് ഇന്ന് തന്നെ കണ്ടിട്ട് അത് ചെയ്തു വെക്കുക. അപ്പൊ സോ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ, വാട്ട് ഡസ് ദ റൈറ്റർ വിഷ് ടു അഡ്രസ്, വാട്ട് പ്രോബ്ലം ഓർ ഇഷ്യൂ, എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ ഡീൽ ചെയ്യുന്നത് കുറിച്ച് വെക്കുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. ആൻഡ് ഹൗ ഡസ് ദ റൈറ്റർ ഡിഫൈൻ ഓർ ഫ്രെയിം ദ ഇഷ്യൂ എങ്ങനെയാണ് അദ്ദേഹം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. മേ ബി ഒരു കഥയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിലൂടെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ റൈറ്റേഴ്സ് ഓൺ വ്യൂ ഓൺ ദ ഇഷ്യൂ, റൈറ്ററിന്റെ വ്യൂ എന്താണ്, അതായിരിക്കും വേറൊരു ക്വസ്റ്റ്യൻ. റൈറ്ററിന്റെ വ്യൂ എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണാം, അല്ലെങ്കിൽ റൈറ്ററിന്റെ വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം ആഫ്റ്റർ റീഡിംഗ് ദാറ്റ് പാരഗ്രാഫ്. ഓക്കെ, പിന്നെ വാട്ട് എവിഡൻസ് ഡസ് ദ റൈറ്റർ പ്രൊവൈഡ് ടു സപ്പോർട്ട് ഹിസ് ഓർ ഹെയർ പൊസിഷൻ, ഇതിന് ഈ അദ്ദേഹം പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവില്ല, ആ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വാട്ട് എവിഡൻസ് ഷീ ഹാസ്, അപ്പൊ അദ്ദേഹത്തിന്റെ കൈ ഓർ ഷീ ഹാസ്, അപ്പൊ അവരുടെ കയ്യിലുള്ള എവിഡൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. പിന്നെ കൗണ്ടർ ആർഗ്യുമെന്റ്, ഹൗ ഡസ് ദ റൈറ്റർ റെഫ്യൂട്ട് ദ ഓപ്പോസിറ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഇതിനു മുമ്പ് ഒരു ഓപ്പോസിറ്റ് പോയിന്റ് ഓഫ് വ്യൂ, ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അടുത്തൊരു പോയിന്റ് ഓഫ് വ്യൂ ഒരു ആർട്ടിക്കിൾ വരുന്നത്. അപ്പൊ സോ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു പോയിന്റിനെ റെഫ്യൂട്ട് ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പാരഗ്രാഫ് കിട്ടി കഴിയുമ്പോൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സോ വെൻ യു റൈറ്റ്, നമ്മൾ എഴുതുമ്പോഴത്തേക്കിന് ശരിക്കും നമ്മൾ എഴുതാൻ തുടങ്ങുന്ന എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലേ. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ ഐഡിയോളജിക്കൽ കൺസിഡറേഷൻ, അദ്ദേഹത്തിന്റെ മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടാവും, അത് പുറത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ റൈറ്റിംഗിൽ എന്തായാലും നമ്മൾ എത്രയൊക്കെ നമ്മൾ അൺബയസ്ഡ് ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിലേക്ക് അത് ക്രീപ്പ് ചെയ്യും. ആൻഡ് അദ്ദേഹത്തിന്റെ നീഡ്, അദ്ദേഹത്തിന്റെ ഒരു ഇഷ്യൂ, ലൈഫിലുണ്ടായ ഒരു ഇഷ്യൂ ആയിരിക്കാം ഈ ഒരു റൈറ്റിംഗ്, ഈ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ. അതും ചിലപ്പോൾ വരാം, ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കയറി വരാം. ആൻഡ് പിന്നെ പ്രയോറിറ്റീസ്, അപ്പൊ സോ ഒരു റൈറ്ററിന്റെ എന്താ ഫിയർ അല്ലെങ്കിൽ കൺസേൺ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുക. ഒരു ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ എല്ലാം വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ബിലീഫ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാല്യൂസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിയർ, കൺസേൺ, ഇതെല്ലാം തന്നെ ഈ ഒരു റൈറ്റർ എഴുതുമ്പോൾ അതിന്റെ മോട്ടിവേഷൻ ആവാം, ആ ഒരു റൈറ്റിങ്ങിന് മോട്ടിവേഷൻ ആകാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബുക്കിൽ പാസേജ് കൊടുത്തിട്ടുണ്ട്, പാസേജ് 1 പാസേജ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാസേജ് ഞാനിപ്പോ മൊത്തം വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഈ പാസേജ് വായിച്ചു നോക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ഇതുപോലത്തെ പാസേജ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനും തരിക. പാസേജ് തന്നിട്ട് എന്താ നിങ്ങൾക്ക് ക്വിക്കായിട്ട് നിങ്ങൾ ഈ ഒരു പാസേജ് വായിക്കണം, ഭയങ്കര ക്വിക്കായിട്ട് നിങ്ങൾ ഈ പാസേജ് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, പെട്ടെന്ന് അതിന്റെ താഴത്തെ ക്വസ്റ്റ്യൻസ് എഴുതാൻ. അപ്പൊ അതിന് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റീഡ് ദോസ് ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ആദ്യം ചുമ്മാ ഒന്ന് ഓടിച്ച് വായിക്കുക. ഓക്കെ, ദെൻ സ്റ്റാർട്ട് റീഡിങ് ദിസ് പാരഗ്രാഫ്. എന്നിട്ട് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഐഡിയ, പെട്ടെന്ന് ഐഡിയ കിട്ടും. ഉടനെ ആൻസർ ഓടിപ്പോ എഴുതരുത്, മാർക്ക് ചെയ്ത് മൊത്തം വായിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക, എന്നിട്ട് ആൻസർ പിക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ കോപ്പി ചെയ്യണ്ട, യു ജസ്റ്റ് ഹാവ് ടു അനലൈസ് ചെയ്ത് എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ആ ഒരു പാരഗ്രാഫ് അനലൈസ് ചെയ്ത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇഷ്യൂ, അതിനകത്ത് മെയിൻ ഇഷ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട രീതി ഇതാണെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ പൊസിഷൻ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഡീൽ ചെയ്യുന്നത്. പിന്നെ ആർഗ്യുമെന്റ്, ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വന്നതും കൂടി അതിന്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഓൾറെഡി ഇന്ന റൈറ്റർ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് എഗെയിൻസ്റ്റ് അതിന് റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ റോട്ട് ദിസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കോട്ട് ദാറ്റ് ആസ് വെൽ. ആൻഡ് ദെൻ മോട്ടിവേഷൻ ഫാക്ടർ, വൈ ദിസ് റൈറ്റർ ഇസ് ഡൂയിങ് ദിസ്. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ഐഡിയ വൈ ദിസ് ഹാപ്പൻ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പോം പഠിച്ചിട്ടുണ്ടാവും, ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് പോയം നിങ്ങൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോയിങ്കായുടെ പോയമാണ് ടെലിഫോൺ കോൺവെർസേഷൻ. സോ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ പോം എഴുതാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഓൺ എന്താ പറയാ എക്സ്പീരിയൻസ് വിത്ത് എ വൈറ്റ് ലേഡി അല്ലെങ്കിൽ വൈറ്റ് ലാൻഡ് ലോഡുമായിട്ടുള്ള ഒരു ഹിസ് ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് ആ ഒരു പോയത്തിലേക്ക്
ജമ്പ് ചെയ്യുന്നത്. അപ്പൊ സോ ആ ഒരു ബ്ലാക്ക് പേഴ്സൺ ഈ പറഞ്ഞ റേസിസം എന്ന് പറയുന്ന ഇതിനെ പറ്റി അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു റേസിസത്തെ പറ്റിയിട്ടാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്താണ് ഇതിന്റെ അകത്തെ മോട്ടിവേഷൻ, വൈ ദിസ് റൈറ്റർ wrote this article. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിൾ എന്തുകൊണ്ട് എഴുതി എന്നതാണ് ഇവിടെ മോട്ടിവേഷൻ ഫാക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സോ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അതും നമ്മൾ ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി സിന്തസൈസിങ് ആസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പൊ സിന്തസൈസിങ് ആസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി ആണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ സോ ദാറ്റ് മീൻസ് കണക്ടിങ് ഐഡിയാസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കണക്ടിങ് ഐഡിയാസ് ഓർ കളക്ടിങ് ഐഡിയാസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ആൻഡ് ബ്രിങ്ങിങ് ദം ടുഗെദർ ടു സിന്തസൈസ് ഓർ ടു ഫോം യുവർ ഓൺ ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ സോ ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ കമ്പൈനിങ് ഫാക്ട്സ്, ഐഡിയ ആൻഡ് ആർഗ്യുമെന്റ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. സിന്തസൈസിങ് മീൻസ് കമ്പൈനിങ് ഫാക്ട്സ്, ഐഡിയാസ് ആൻഡ് ആർഗ്യുമെന്റ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം സെന്റൻസുകളാക്കി മാറ്റാം. ഓക്കെ, and what is the purpose of synthesizing? It establishes relationships between sources showing showing agreement, extension or contradiction. അപ്പൊ സോ ഒരു എല്ലാ സോഴ്സുകളിൽ നിന്നും ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ സോഴ്സുകളെയും കൂടി സിന്തസൈസ് ചെയ്യാണ്, അവിടെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു എല്ലാ ആർട്ടിക്കിളിനുള്ള റിലേഷൻഷിപ്പും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ സോ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി, നിങ്ങളുടെ ആർട്ടിക്കിൾ വായിക്കുന്ന ഒരാൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഇത്രയും നാൾ നടന്നിട്ടുള്ള എല്ലാ ഡിസ്കഷനെ പറ്റിയിട്ടുള്ള ഐഡിയ അവിടെ കിട്ടും. ഓക്കെ, ആൻഡ് ക്രിയേറ്റിംഗ് ആൻഡ് conversation among sources prevent various perspective while adding your own analysis. അപ്പൊ സോ പല പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും, അതെല്ലാം കൂടി നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കിട്ടും ഇതിൽ നിന്ന് ഏതാണ് ശരിയായ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളുടേതായ ഒരു ഒപ്പീനിയനിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, സോ സിന്തസൈസിങ് ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പറയുന്ന പോയിന്റ് ആയിട്ട് എഴുതണം എന്നില്ല, പാരഗ്രാഫ്സ് ആയിട്ട് എഴുതുമ്പോൾ ഈ മൂന്ന് പാരഗ്രാഫിൽ ഈ 3 ഐഡിയാസ് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സോ സ്റ്റെപ്സ് ടു എഫക്റ്റീവ് സിന്തസൈസിങ് ആണ്. ആൻഡ് റീഡ് ആൻഡ് ഐഡന്റിഫൈ കീ ഇൻഫർമേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉൾപ്പെടുത്താം. ആൻഡ് പല സോഴ്സസ് നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കീ ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തെടുക്കുക. ആൻഡ് സെലക്ട് റിലവന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് നിങ്ങൾ അതിൽ നിന്ന് ഫോക്കസ് ഏരിയ ഉണ്ടാവില്ല, അപ്പൊ അതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. പിന്നെ ഇന്റഗ്രേറ്റ് ഐഡിയാസ് കൊഹസീവ്ലി, നല്ല ഒരു കൊഹഷൻ ഉണ്ടായിരിക്കണം അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഐഡിയാസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ചുമ്മാ അൺറിലേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്കൊരു കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. അത് ചില അസൈൻമെന്റ്സ് നമുക്കൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ, പലയിടത്തുനിന്ന് കോപ്പി പേസ്റ്റ് ആണെങ്കിൽ ഒരു പാരഗ്രാഫ് പറഞ്ഞിരിക്കട്ടെ ഒരു ബന്ധവും ഇല്ലാത്ത സാധനമായിരിക്കും അടുത്ത പാരഗ്രാഫിലോട്ട് വരുന്നത്. അപ്പൊ സോ അത് കാണുമ്പോഴേ വായിക്കുമ്പോഴേ ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും ഇത് എഴുതിയത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഇന്റഗ്രേറ്റിംഗ് ഐഡിയാസ് കൊഹസീവ്ലി, ദാറ്റ് ഈസ് ദി അനദർ എഫക്റ്റീവ് സ്ട്രാറ്റജി ഫോർ റൈറ്റിംഗ് ഫോർ ക്രിയേറ്റിംഗ് സിന്തസിസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത്. ആൻഡ് ഇനി PYQs നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2022 റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അറൌണ്ട് 200 വേർഡ്സ്. 200 വേർഡ്സിനാണ് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് യു വുഡ് അഡോപ്റ്റ് ടു ബിക്കം എ ക്രിട്ടിക്കൽ റീഡർ? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡുകളിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞു. അതാണ് ക്രിട്ടിക്കൽ റീഡർ ആവാൻ വേണ്ടി വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് യു വിൽ ഫോളോ, അത് നമ്മൾ കണ്ടതാണ്. വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, കീ സ്ട്രാറ്റജീസ് ഫോർ ക്രിട്ടിക്കൽ റീഡർ പോയിന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇലാബറേറ്റ് ചെയ്യാം. ഇനി what do you understand by the term synthesizing? How does synthesizing become an important step in the process of writing? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ സിന്തസിസ്. അപ്പൊ ആ സിന്തസിസിനെ പറ്റി ചോദിക്കുമ്പോൾ അവിടെയും നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതുക. പിന്നെ 2022 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബറിൽ തന്നെ വാട്ട് സ്ട്രാറ്റജി വുഡ് യു അഡോപ്റ്റ് ടു ബിക്കം എ ക്രിട്ടിക്കൽ റീഡർ? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഒന്നിച്ചിരി മാറ്റി ചോദിച്ചെന്നേ ഉള്ളൂ അല്ലെ. ആ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കിടക്കുന്നത്, സെയിം ക്വസ്റ്റ്യൻ. സോ ഡിസംബറിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ സോ ഈ 2 പോയിന്റ് ക്രിട്ടിക്കൽ റീഡറും സിന്തസൈസിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ റൈറ്റിംഗ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നന്നായി പോയി നോക്കിയിട്ട് പോവുക. ഈസി അല്ലേ, വളരെ ഈസി ആണല്ലേ. ഈ പോയിന്റ്സ് തന്നെ ഒന്ന് ഓർത്ത് വെച്ചാലും മതി. ഇഫ് യു കാൻ മെമ്മറൈസ് ഓൾ ദീസ് പോയിന്റ്സ്, എല്ലാ പോയിന്റ്സും പറ്റുന്നില്ലെങ്കിൽ ആ കീ ടേംസ് ഓർത്ത് വെക്കുക. പിന്നെ അവിടെ പോയി ആലോചിച്ച് നമുക്കത് എഴുതാൻ പറ്റും. അപ്പൊ കീ ടേംസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനിതാ ഇതുപോലെ ഇങ്ങനെ ഒരു പാസേജ് ഉണ്ടാവും. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ഒരു പാസേജ് വന്നിട്ടുണ്ടാവും. ഇത് ഒരു പാസേജ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ.
ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലൊരു പാസേജ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് എന്താ ചെയ്യാ, ഈ പാസേജ് ഏതാ പറയണേ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ what you can do is you can practice doing this, practice reading the paragraph and answering it. കുറെ പാരഗ്രാഫ്സ് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് കിട്ടും. ലാസ്റ്റ് ആകുമ്പോൾ അയ്യോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ പക്ഷെ സമയമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. യു ഹാവ് ടു പ്രാക്ടീസ് ഡൂയിങ് ദിസ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കണ്ടോ, വാട്ട് ഈസ് എ ടോപ്പിക് സെന്റൻസ് ഇൻ യുവർ ഒപ്പീനിയൻ, വിച്ച് ഈസ് ദ ടോപ്പിക് സെന്റൻസ് ഇൻ ദ എബവ് പാസേജ്, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി എബവ് പാസേജ്. ഈ ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ ജിസ്റ്റ് നിങ്ങൾ മനസ്സിലായിരിക്കണം, നിങ്ങളുടെ ഇതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെന്റൻസ് വിച്ച് ഗീവ് യു ദ മെയിൻ ഐഡിയ ഓഫ് ദി പാരഗ്രാഫ്. ആ പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ കൊടുക്കുന്നതിനാണ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട്, ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ആർഗ്യുമെന്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഐഡിയ, ക്ലൈമറ്റ് ചേഞ്ച് ആണോ ആ ഒരു ഇത് വരുന്ന ആ ഒരു സെന്റൻസ്, അതാണ് ടോപ്പിക് സെന്റൻസ് ഇവിടുത്തെ. ഓക്കെ, അപ്പൊ സോ ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ഈസ് ടോപ്പിക് സെന്റൻസ് ഇൻ ദ എബവ് പാസേജ്? ഈ പാസേജിൽ ആദ്യം ടോപ്പിക് സെന്റൻസ് എന്താണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഈ പാരഗ്രാഫിൽ കൺസിഡർ ചെയ്തിട്ട് ഇതിന്റെ അകത്തെ ടോപ്പിക് സെന്റൻസ് എന്താണ്, പിന്നെ ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. എളുപ്പം 3 മാർക്ക് കിട്ടും. ഈ 3 മാർക്സ് വളരെ ഈസി ആയിട്ട് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ താങ്ക് യു, സീ യു ടുമോറോ.